In the last class, we have seen that the classical physics failed in explaining the atomic stability, planetary model of atom, electron revolving around nucleus in a circular model. അങ്ങനെയാണെങ്കിൽ കുളൂംസ് ലോയും ന്യൂട്ടോണിയൻ മെക്കാനിക്സും വെച്ചിട്ട് നമുക്ക് സ്റ്റേബിൾ ആണെന്ന് പറയാമെങ്കിലും ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ തന്നെ വേറെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രോഡൈനാമിക്സിൻ്റെ തിയറി വെച്ചിട്ട് ഇലക്ട്രോൺ വിൽ റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അങ്ങനെ അതിന് സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ ദറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ക്ലാസിക്കൽ ഫിസിക്സ് ഈസ് ദ സ്പെക്ട്രൽ ലൈൻസ്. എങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസ് വരുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് എന്താണെന്നൊന്ന് ഡീറ്റെയിൽഡായിട്ട് കാണാം. രണ്ട് രീതിയിലുള്ള സ്പെക്ട്രയാണ് കാണുന്നത്, എമിഷൻ സ്പെക്ട്ര ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. എമിഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അത് നമ്മളിപ്പോൾ ലാബിൽ ചെയ്യുമ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ മെർക്കുറി ലാമ്പ് അല്ലെങ്കിൽ സോഡിയം ലാമ്പ് ആർ എക്സാമ്പിൾസ് ഫോർ ദിസ് എമിഷൻ സ്പെക്ട്ര. അപ്പോൾ അവിടെ മെർക്കുറി ലാമ്പിൽ സോഡിയം വേപ്പർ ലാമ്പിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഗ്ലാസ് ട്യൂബിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറഞ്ഞൊരു പ്രഷറിൽ ഈ മെർക്കുറി വേപ്പർ ആണെങ്കിൽ മെർക്കുറി വേപ്പർ അല്ലെങ്കിൽ സോഡിയം വേപ്പർ ഒരു സ്റ്റേറ്റിൽ എടുക്കുകയാണ്. സോഡിയം ആറ്റംസ് മെർക്കുറി ആറ്റംസ് എടുക്കുകയാണ്. അതിന് ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുത്തുകൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ എക്സൈറ്റ് ചെയ്യാണ്. ഇനി എക്സൈറ്റ് ചെയ്തിട്ട് അത് ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ അത് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യാണ്. ഈ ലൈറ്റിൻ്റെ സ്പെക്ട്ര എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു മെർക്കുറി സ്പെക്ട്ര അല്ലെങ്കിൽ സോഡിയം വേപ്പർ ലാമ്പിനൊക്കെ എങ്ങനെയാണ് കണ്ടത്, നമ്മൾ ലൈൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്, പല ലൈൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്. മെർക്കുറി സ്പെക്ട്രം ആണെങ്കിൽ കളർ റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, അങ്ങനെ ഇൻഡിഗോ അങ്ങനെ കളറുകൾ കണ്ടായിരുന്നു. സോഡിയം വേപ്പർ ലാമ്പ് ആണെങ്കിൽ 2 യെല്ലോ ലൈനാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ ലൈൻസ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതിനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ എമിഷൻ സ്പെക്ട്ര കാണുന്ന ഒരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ലൈനായിട്ടാണ് നമ്മൾ കാണുന്നത്. റെഡ് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്തേക്ക് വേറെ ഒന്നുമില്ല, ഡാർക്ക് ആണ്, പിന്നെ അടുത്ത ലൈൻ വരുന്നു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഡാർക്ക്. അപ്പോൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ലൈനായിട്ട് വരുന്നതാണ് എമിഷൻ സ്പെക്ട്ര വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് കാണുന്നത്? ഈ റെഡിനും അല്ലെങ്കിൽ ഈ റെഡിനും യെല്ലോനും ഇടയിലുള്ള ബാക്കി വേവ് ലെങ്ത്തുകൾ, ഈ ഓരോ ലൈനും കറസ്പോണ്ടിങ് ടു റെഡിന് എത്രയാണോ ഫ്രീക്വൻസി അതിൻ്റെ വേവ് ലെങ്ത്ത് ഇവിടെ ഉണ്ടാവും, യെല്ലോൻ്റെ വേവ് ലെങ്ത്ത് ഇവിടെ ഉണ്ടാവും, ഗ്രീനിൻ്റെ വേവ് ലെങ്ത്ത് ഉണ്ടാവും. പക്ഷേ ഈ റെഡിനും യെല്ലോക്കും ഇടയിൽ ഇവിടെ ഉണ്ടായിരുന്ന വേവ് ലെങ്ത്തുകളൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ലൈൻസ് മാത്രം അതിൽ കാണാനായിട്ട് പറ്റുന്നത്? അതാണ് ഈ ക്ലാസിക്കൽ ഫിസിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം. സോ ദിസ് ഈസ് എമിഷൻ സ്പെക്ട്ര. എമിഷൻ സ്പെക്ട്ര കൺസിസ്റ്റ് ഓഫ് ബ്രൈറ്റ് ലൈൻസ് ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെർക്കുറി വേപ്പർ ലാമ്പും സോഡിയം വേപ്പർ ലാമ്പും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സ്പെക്ട്ര ആണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ വെൻ വൈറ്റ് ലൈറ്റ് പാസസ് ത്രൂ എ ഗ്യാസ്, ഒരു പെർട്ടിക്കുലർ ഗ്യാസ്, മെർക്കുറി ഗ്യാസോ ഹൈഡ്രജൻ ഗ്യാസോ സോഡിയം ഗ്യാസോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ലാംഡാസ്, എല്ലാ വേവ് ലെങ്ത്തുകളും ഉൾപ്പെടുന്ന ഒരു ലൈറ്റ് അതിൽ വീഴുകയാണെങ്കിൽ അതുവഴി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇനി അവിടെ നിന്ന് വരുന്ന വേവ് ലെങ്ത്തുകളിൽ നമ്മൾ ഒരു സ്പെക്ട്രൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും കാണാം ഈ ബ്രൈറ്റ് ലൈൻസ്. ഈ ബ്രൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൈറ്റ് ലൈൻസ് ഇത് ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ടു ലാംഡ. അപ്പം എല്ലാ വേവ് ലെങ്ത്തുകളും വേണമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ നമ്മൾ എല്ലാ വേവ് ലെങ്ത്തുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വേവ് ലെങ്ത്തുകളും ഉൾപ്പെടുന്ന വൈറ്റ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊരു ഗ്യാസിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ചില ലൈൻസ് മാത്രം ഡിസപ്പിയർ ആവുന്നു, അവിടെ ഡാർക്കായിട്ട് കാണുന്നു. അപ്പോൾ ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്രോസ്ഡ് ബൈ ഡാർക്ക് ലൈൻസ് ഇൻ ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഡാർക്കായത്? ഡാർക്ക് മീൻസ് ദാറ്റ് വേവ് ലെങ്ത് ഈസ് നോട്ട് പ്രസൻറ്റ്. അത് അബ്സോർബ് ചെയ്തു. അബ്സോർബ് ചെയ്തു? ഈ ഗ്യാസ് അബ്സോർബ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്തരം സ്പെക്ട്രത്തിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഫ്രാൻഹോഫർ ലൈൻസ് ഇൻ സോളാർ സ്പെക്ട്രം. സണ്ണിൻ്റെ ലൈറ്റ് നമ്മൾ ഒരു നിയർലി വൈറ്റ് ലൈറ്റാണ്, എല്ലാ വേവ് ലെങ്ത്തുകളുമാണ് സണ്ണിൽ നിന്ന് വരുന്നത്. പക്ഷേ ചില ഫ്രാൻഹോഫറാണ് അത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത് ചില ലൈൻസ് അതിൽ മിസ്സിംഗ് ആണ്. അതിനാണ് ഫ്രാൻഹോഫർ ലൈൻസ് എന്ന് പറയുന്നത് ആ സോളാർ സ്പെക്ട്രത്തിൽ. അപ്പോൾ ആ ലൈൻസ് എവിടെ പോയി? ആ ലൈൻസ് അത് വരുന്ന ആ മീഡിയത്തിലുള്ള ഗ്യാസ്, അത് ആ ലൈൻസിൻ്റെ എനർജി, ആ വേവ് ലെങ്ത്തിന് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഈ ഗ്യാസ് അബ്സോർബ് ചെയ്യുകയാണ്. ബാക്കി ലൈൻസ് എല്ലാം നമുക്കിവിടെ കിട്ടുന്നു. അതാണ് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തുകൾ മാത്രം അബ്സോർബ് ചെയ്യുന്നു? ഇതിനപ്പുറത്തും ഇപ്പുറത്തും ലാംഡയുണ്ട്, പല ഫ്രീക്വൻസികളിലും ഉള്ള വേവ് ലെങ്ത്തുകളും ഉള്ള ലൈറ്റുകളുണ്ട്. അതിനെയൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല. ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ മാത്രമേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ലൈനിനെ മാത്രം അബ്സോർബ് ചെയ്യുന്നത്? ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ദാറ്റ് ദീസ് സ്പെക്ട്രൽ ലൈൻസ്, അബ്സോർപ്ഷൻ ആയാലും എമിഷൻ ആയാലും, ദീസ് സ്പെക്ട്രൽ ലൈൻസ് ആർ യുണീക്ക് ഫോർ ആൻ ആറ്റം.
ഫോർ എക്സാമ്പിൾ മെർക്കുറി ലാമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെർക്കുറി ആറ്റം ഇവിടെ വെച്ചാണോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചോ അല്ലെങ്കിൽ സ്റ്റാറിൽ വെച്ചോ എവിടെ വെച്ച് ചെയ്ത് നോക്കിയാലും ഇതേ സ്പെക്ട്രം തന്നെ കിട്ടുന്നത്. ഇനി മെർക്കുറി ഗ്യാസിന് മാത്രമേ ഇതുപോലൊരു ലൈൻ കിട്ടാൻ പോകുന്നുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു വേവ് ലെങ്ത്തിൽ വരുന്ന ലൈൻസ് കിട്ടാൻ പോകുന്ന മെർക്കുറി മാത്രമേ ഉപയോഗിച്ചു. വേറെ ഒരു ആറ്റത്തിനും ഇതുപോലുള്ളൊരു സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ വരുന്ന ഗ്യാസ് ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലൈൻസ് ആണ് നമുക്ക് അബ്സോർബ് ചെയ്യുന്നതായിട്ട് കാണുമെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന് മാത്രമേ ഇതുപോലെയുള്ളൊരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേറെ ഏത് ഗ്യാസിൽ കൂടെ വന്നാലും ഇതുപോലെ ഉണ്ടാവാൻ പോകുന്നില്ല. സോ ദിസ് ഈസ് യുണീക്ക് ടു ദിസ് പർട്ടിക്കുലർ ആറ്റം. ഈ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ മെർക്കുറി ആറ്റം സോഡിയം ആറ്റത്തിൻ്റെ യുണീക്ക് ആയിട്ടുള്ള വളരെ കാര്യമാണ്. നമുക്ക് ആധാർ കാർഡ് പറയുന്ന പോലെ നമ്മുടെ തമ്പ് ഇംപ്രഷൻ പറയുന്ന പോലെ ഓരോ ആറ്റത്തിൻ്റെയും ആധാർ കാർഡ് ആണെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആധാർ നമ്പറാണ് ഈ സ്പെക്ട്രൽ ലൈൻസ്. അത് അതിന് യുണീക്കാണ്. അപ്പോൾ ആക്ച്വലി അത് വെച്ചിട്ടാണ് നമ്മൾ ഏത് ആറ്റാണ് ഉള്ളതെന്ന് തന്നെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് സണ്ണിൻ്റെ കേസ് തന്നെ എടുക്കാം. സണ്ണിൽ എത്ര % ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഹീലിയം ഉണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രജൻ സണ്ണിലുണ്ട്, ഹീലിയമാണ് സണ്ണിലുള്ളത്, അല്ലെങ്കിൽ ഇത്രയും ഹെവി എലമെൻറ്റ്സ് ഉണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നത് ഈ സ്പെക്ട്രൽ ലൈൻസ് ആണ്. നമുക്ക് ഒരിക്കലും സണ്ണിൽ പോയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി അത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ സ്പെക്ട്രൽ ലൈൻസ് ആണ് അതിൻ്റെ സോഴ്സ്. എന്നിട്ട് സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ സ്പെക്ട്രൽ സ്റ്റഡീസ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ ഇത് നമ്മുടെ ലാബിൽ വെച്ച് നമുക്കറിയാം ഇത് ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്തുണ്ട്, അവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇനി അതിൻ്റെ ഇൻറ്റൻസിറ്റികൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് എത്ര % ഹൈഡ്രജൻ ഉണ്ട്, എത്ര % ഹീലിയം ഉണ്ട്, അല്ലെങ്കിൽ ഹെവി എലമെൻറ്റ്സ് എത്രയുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അബ്സോർപ്ഷൻ ലൈൻസ് അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്ര ദിസ് ഈസ് യുണീക്ക് ഫോർ ആൻ ആറ്റം. അപ്പോൾ ഇത് ആ ആറ്റം അല്ലെങ്കിൽ അവിടെ ഉണ്ടോ എന്നുള്ള അതിൻ്റെ പ്രസൻസ് അറിയാൻ കൂടെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ലൈൻസ് ആയിട്ട് വരുന്നത്, ചില പർട്ടിക്കുലർ ലൈൻസ് മാത്രം വരുന്നത്, ഇവിടെയാണെങ്കിൽ ചില പർട്ടിക്കുലർ ലൈൻസ് മാത്രം എമിറ്റ് ചെയ്യുന്നത്, ഇവിടെയാണെങ്കിൽ ചില പർട്ടിക്കുലർ ലൈൻസ് മാത്രം അബ്സോർബ് ചെയ്യുന്നത്, അത് ഈ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയായിരുന്നില്ല. അതിനുള്ള എക്സ്പ്ലനേഷനാണ് നമുക്ക് അടുത്ത മോഡലായ ബോർ ആറ്റം മോഡലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടെർമിനോളജിയും കൂടെ നമുക്ക് ആവശ്യമുള്ളതാണ് സ്പെക്ട്രൽ സീരീസ്. സ്പെക്ട്രൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേവ് ലെങ്ത്. ദ വേവ് ലെങ്ത് ഇൻ സ്പെക്ട്രം ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഫൗണ്ട് ടു ഫോൾ ഇൻ ഡിഫറെൻറ്റ് സെറ്റ്സ്. ആ ഒരു സെറ്റിനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് അടുത്തടുത്ത് കാണാം. അടുത്ത സെറ്റ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അടുത്ത സെറ്റ് ഓഫ് ലൈൻസ് കുറച്ച് കഴിഞ്ഞിട്ടായി. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് സെറ്റ് ഓഫ് ലൈൻസ് അടുത്തടുത്ത് വരുന്നവരെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അടുത്ത സെറ്റിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ആ ഒരു ഗ്രൂപ്പിനെയാണ് സ്പെക്ട്രൽ സീരീസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ലാംഡാസ്, സിംപ്ലി നമുക്കിതിനെ സെറ്റ് ഓഫ് വേവ് ലെങ്ത്സ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ സ്പെക്ട്രൽ സീരീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഈ സ്പെക്ട്രൽ സീരീസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ലാംഡാസിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ ലൈൻ സ്പെക്ട്രം എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസ്, ഹീലിയത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസ്, മെർക്കുറിയുടെ നിങ്ങൾക്ക് കാണാം ഇത് ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സ്പെക്ട്രൽ സീരീസിൽ ഈ ഒരു ഇതിലാണ് നമ്മൾ ലൈൻസ് കാണുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഹൈഡ്രജൻ ആണ്. മെർക്കുറിയുടെ ആണെങ്കിൽ നമ്മൾ ലാബിൽ കണ്ടതാണ് വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഒരു സീരീസിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് മെർക്കുറി ആറ്റം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരെ നമുക്ക് ഈ സ്പെക്ട്രൽ സ്റ്റഡീസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രം സെയിം എലമെൻറ്റിൻ്റെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയത്തിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഡാർക്ക് ലൈൻസ് ഇൻ ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആ സോഡിയത്തിൻ്റെ തന്നെ എമിഷൻ സ്പെക്ട്രമാണ് താഴത്ത് കാണിച്ചിരിക്കുന്നത്. ബ്രൈറ്റ് ലൈൻസ് ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ലൈറ്റ് എല്ലാ വേവ് ലെങ്ത്തും സോഡിയം വേപ്പറിൽ കൂടെ പോയി വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ലൈൻസ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് യു ക്യാൻ സേ ദാറ്റ് ഇത് രണ്ടും കോറിലേറ്റഡ് ആണ്. ഇവിടെ ഒരു ബ്രൈറ്റ് ലൈൻ വരുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡാർക്ക് ലൈൻ അവിടെ ഉണ്ടാവും. ദിസ് ഈസ് എമിഷൻ സ്പെക്ട്ര ആൻഡ് ദിസ് ഈസ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അപ്പോൾ ഇത് രണ്ടും കോംപ്ലിമെൻ്റ് ആണ്. ഏത് ലൈനാണോ അത് എമിറ്റ് ചെയ്യുന്നത് അതേ ലൈൻ തന്നെയാണ് അത് അബ്സോർബ് ചെയ്യുന്നതായിട്ടും കാണുന്നത്. അപ്പോൾ അത് തമ്മിലൊരു കോറിലേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. അറ്റോമിക് സ്പെക്ട്ര എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതായിരുന്നു ക്ലാസിക്കൽ ഫിസിക്സിന് മുമ്പിലുണ്ടായിരുന്ന വേറൊരു പ്രോബ്ലം.